അങ്ങയുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഈ പ്രഭാതത്തിൽ എഴുന്നേറ്റ് നാം വിളിച്ചപേക്ഷിക്കാൻ ഞങ്ങളുടെ പിതാക്കന്മാർക്ക് നൽകിയ അതേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നയിക്കുന്നതിനോട് നന്ദി പറയുന്നു ഈശോയെ. ഇന്ന് കർത്താവ് ദിവസം ഞായറാഴ്ച അതിരാവിലെ അങ്ങയുടെ മൂർധാവിൽ അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കയ്യൊപ്പ് വാങ്ങിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിത സഞ്ചാരം ആരംഭിക്കുന്നത്. ഇത് അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടവും അനുഗ്രഹത്തിൻ്റെ ദൈവത്തിൻ്റെ ഒരു സമയം കുറിച്ച ദിവസവുമാണ്. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 38 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യുഗതിയാണ്. കൃപാസവാഴ്ത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ജനകോടികൾ അനുഗ്രഹം പ്രാപിക്കുന്ന അനുഗ്രഹത്തിൻ്റെ വലിയ കാലഘട്ടത്തിലെ യേശുവിനെ നാഥനും രക്ഷകനും ഏറ്റുപറഞ്ഞുകൊണ്ട് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ശിരസ് കുനിച്ചു നിൽക്കുന്ന എല്ലാ മക്കളുടെ മേലും നിന്റെ തിരുമുറിവാർന്ന് ആണിപ്പെടുതാർന്ന് വലതുകര സ്പർദ്ധിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പൈതാഘാതം പോലെ ദൈവികമായ ശക്തി അവരുടെ മക്കളിലേക്ക് ആവശിക്കട്ടെ. അവരുടെ മനസ്സിലെ, അവരുടെ ആത്മാവിലെ, അവരുടെ ശരീരത്തിലെ കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, അങ്ങയുടെ മക്കൾ ഇന്ന് ഭാരപ്പെടുന്ന വിഷയങ്ങൾ, ഇന്നത്തെ യാത്രകൾ, ഇന്നത്തെ അടിയന്തരങ്ങൾ, പല പല അടിയന്തരങ്ങൾ ഇന്ന് സെറ്റ് ചെയ്തിട്ടുണ്ട് ഈശോയെ. അടിയന്തര ഭവനങ്ങളുണ്ട്. ആ ഭവനങ്ങളിലേക്ക് പോകാൻ യാത്ര തിരിക്കുന്നവരുണ്ട്. കുർബാനയും കഴിഞ്ഞ് അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നവരുണ്ട്. ഈശോ ചില ബിസിനസ് ട്രീറ്റുകൾ നടത്തുന്ന ആൾക്കാരുണ്ട്. കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ പോലും ചിലത് മാറ്റിവെക്കാൻ പറ്റാത്ത ചില ഏടാകൂടങ്ങളിൽ ചെന്ന് അങ്ങയുടെ മക്കൾ ചാടിയിട്ടുണ്ട്. അവിടെ എല്ലാം കർത്താവ് കുർബാന പോലും കൂടാതെ ആൾക്കാർ ഇടിച്ചു പോണവരുണ്ട്. അങ്ങനെയുള്ളവർക്കെല്ലാം മനഃശാന്തം നൽകിക്കൊണ്ട് കർത്താവിൻ്റെ ദിവസം കർത്താവിന് കൊടുക്കാനുള്ളത് കർത്താവിനും സീസണിന് കൊടുക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയെ, എവിടെയെല്ലാം ഞങ്ങൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചിരിക്കണത് അതെല്ലാം തിരുത്തപ്പെടുവാനും ഒന്നാം സ്ഥാനം ദൈവത്തിന് കൊടുക്കുവാനും ദൈവത്തിൻ്റെ കാര്യം കഴിഞ്ഞിട്ട് മാത്രം കർത്താവ് മറ്റു കാര്യങ്ങൾ ആകാനുള്ള ദൈവികമായ വിവേചന ശക്തി അവരുടെ മക്കൾക്ക് നൽകണം പ്രാർത്ഥിക്കുന്നു. ഈശോയെ, മക്കൾ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളുടെ ഏടാകൂടങ്ങളിലെ ബന്ധങ്ങളിൽ ചാടിയവരുണ്ട്. മക്കളുടെ ഈ ഡിപ്രഷൻസുള്ള അനുഭവിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. മക്കളുടെ പലതരത്തിലുള്ള രോഗങ്ങൾ, അവർക്ക് പഠിക്കാൻ പറ്റാത്ത അവസ്ഥകൾ, അവർ ചെന്ന് ചാടിയിരിക്കുന്ന ചതിക്കുഴികൾ, അവരുടെ ജീവിതത്തിൽ എടുത്തിരിക്കുന്ന തെറ്റായ തീരുമാനങ്ങൾ, ഇതുമൂലം അതിൻ്റെ ആവിയും പുകയും അനുഭവിക്കുന്ന മാതാപിതാക്കന്മാർ കർത്താവ് പരസ്പരം പഴിചാരി ഹൃദയത്തിൽ ഭാരം കൂട്ടുന്നവരുണ്ട്. അവരെ എല്ലാം ദൈവത്തിൻ്റെ കൃപയ്ക്ക് സമർപ്പിക്കുന്നു. മാതാവിൻ്റെ മധ്യ സമർപ്പിക്കുന്നു. ഞങ്ങൾക്ക് തന്നെ നീന്തിയിട്ട് കർത്താവ് കരകയറാതെ കൈയും കാര്യം തളരുന്നവരെ കാണിച്ചു തരുന്നുണ്ട്. കർത്താവ് അവരെ എല്ലാം അമ്മേ ദൈവമേ നീ തന്നെ പൊക്കിയെടുക്കണേ പ്രാർത്ഥിക്കുന്നു. അവിടെ കഴിവുകൊണ്ടല്ല, അങ്ങയുടെ കൃപ കൊണ്ട് അവരെ അങ്ങ് ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് കുഞ്ഞുമക്കളെ പോറ്റുന്നവരുണ്ട്. കുഞ്ഞുമക്കളുടെ രോഗങ്ങളായിട്ട് ആശുപത്രിയിൽ കഴിയുന്നവരുണ്ട്. കുഞ്ഞുമക്കളുടെ രോഗങ്ങൾക്ക് കർത്താവ് രോഗം കണ്ടുപിടിക്കാൻ പറ്റാത്ത പേരിൽ മാതാപിതാക്കന്മാർ വേദനിക്കുന്നവരുണ്ട്. കർത്താവ് എന്തൊക്കെ ചെയ്യണമെന്ന് അറിയാൻ പാടില്ലാതെ ഏത് ആശുപത്രിക്ക് പോകണം, ഏത് ഡോക്ടറിനെ കാണണം, എന്ത് മരുന്ന് കഴിക്കണം, എല്ലാ വിഷയത്തിലും കൺഫ്യൂഷൻ ഉള്ളവരുണ്ട്. അവിടെ എല്ലാം കർത്താവ് നിൻ്റെ ചൈതന്യം, നിൻ്റെ ശക്തി, നിൻ്റെ ഇടപെടലുണ്ടാകണം പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ ജീവിത പ്രാരാബ്ദങ്ങളിലും ജീവിത ഭാരങ്ങളിലും സഹായമില്ലാതെ വിഷമിക്കുന്നവരെ, സന്ധിപ്പില്ലാതെ വിഷമിക്കുന്നവർ കർത്താവെ, അവർ തന്നെ കർത്താവ് ആശ്രയം വെച്ചിരിക്കുന്നവർ അവർ ചതിക്കപ്പെടുകയും അതേസമയം തന്നെ കർത്താവെ അവർ ഒരു ഗൗരവവും പരോടവുമില്ലാതെ വിഷമിക്കുകയും ചെയ്യുന്ന മക്കളെ ഇന്ന് നീ സംരക്ഷിക്കണം, ഇന്ന് നീ ഏറ്റെടുക്കണം കർത്താവിൻ്റെ. കാരണം അവർക്ക് ആവശ്യിക്കുകയും എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അവരെ വിടുവിക്കുകയും ചെയ്യേണ്ട വിടുതലിൻ്റെ അനുഭവങ്ങൾ അവർക്ക് ഓരോ ദിവസവും അനുഭവപ്പെടാൻ ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വരൻ നയിക്കുവാൻ.